സുരക്ഷാ ഭീഷണിയെ തുടർന്ന് 25,000-ഓളം ഇസ്ലാമിക മത തീവ്രവാദികളെ നാടുകടത്താൻ ഫ്രാൻസ് ഒരുങ്ങുന്നു. മനുഷ്യത്വത്തിന്റെ പേരിൽ കുടിയേറാൻ അനുവദിച്ചവർ രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫ്രാൻസിന്റെ ഈ തീരുമാനം. ഈ മാസം മൗലവിമാരടക്കം 25,000-ഓളം ഇസ്ലാമിക മത തീവ്രവാദികളെ പുറത്താക്കുമെന്നാണ് വിവരങ്ങൾ. കുടിയേറ്റക്കാരിൽ പാകിസ്ഥാൻ, ഇറാഖ്, സിറിയ, ടുണീഷ്യ, ലിബിയ, ഈജിപ്ത്, മൊറാക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമുണ്ട്. രാജ്യത്ത് ഇതിനകം തന്നെ നാശം സൃഷ്ടിച്ച തീവ്ര കുടിയേറ്റക്കാരെ ഫ്രാൻസ് സുരക്ഷാ ഭീഷണിയായി കണക്കാക്കുന്നു. വർഷവും 38,000 കുടിയേറ്റക്കാരെ ഫ്രാൻസ് തങ്ങളുടെ രാജ്യത്തേക്ക് സ്വീകരിച്ചിരുന്നു. പാകിസ്ഥാനികളും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മതഭ്രാന്തന്മാരും പ്രാദേശിക പൌരന്മാരുടെ ജീവിതം ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളുടെ ഗ്രാഫ് വർദ്ധിച്ചു. സ്ത്രീ സുരക്ഷയും അപകടത്തിലാണ്. കവർച്ച, ബലാത്സംഗം, കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇസ്ലാമിന്റെ അവകാശങ്ങൾ, ശരീഅത്തിന്റെ നടപ്പാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിസ്റ്റുകൾ അക്രമാസക്തമായ നിരവധി പ്രകടനങ്ങളും നടത്തിയിട്ടുണ്ട്. ഫ്രാൻസിന്റെ ഈ കർശന നടപടികൾ കണ്ട് മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളും തെറ്റായ വഴികളിലൂടെ രാജ്യത്തേക്ക് വരുന്ന കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതായാണ് വിവരം. ബ്രിട്ടനും റുവാൻഡൻ അഭയാർത്ഥികൾക്കെതിരെ ഈ നടപടി ആരംഭിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് ഫ്രാൻസിലാണ്. 2017 ഒരു സർവേ പ്രകാരം ഫ്രാൻസ് ജനസംഖ്യയുടെ 8.8% മുസ്ലിങ്ങളുടെ എണ്ണം. ഫ്രാൻസിൽ ഇസ്ലാമോഫോബിയ വർദ്ധിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു 2015 ജനുവരി 7 നടന്ന ആക്രമണം. ഷാർലോ ഹെബ്ദോ എന്ന മാഗസിനിൽ വന്ന മുഹമ്മദ് നബിയുടെ വിവാദ കാർട്ടൂണിന്റെ പേരിൽ മാഗസിന്റെ ഓഫീസിൽ നടന്ന ഭീകര ആക്രമണത്തിൽ 7 ജീവനക്കാർ ഉൾപ്പെടെ 12 പേരാണ് കൊല്ലപ്പെട്ടത്. അൽ ഖ്വയ്ദയുടെ അറേബ്യൻ ഉപമേഖലയിലെ ശാഖ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും മുഹമ്മദ് നബിയെ അവഹേളിച്ചുകൊണ്ട് കാർട്ടൂൺ തയ്യാറാക്കിയതിന്റെ പ്രതികാരമാണിത് എന്ന് പറയുകയും ചെയ്തു. ആക്രമണം നടത്തിയ സെയ്ദ്, ഷെരീഫ് എന്നീ സഹോദരങ്ങളായ പ്രതികൾ സംഭവ സ്ഥലത്ത് തന്നെ മരണമടഞ്ഞിരുന്നു. സംഭവത്തിന് പിന്നാലെ ആഴ്ചകളോളം നീണ്ട സംഘർഷത്തിൽ 17 പേർ കൂടി കൊല്ലപ്പെടുകയായിരുന്നു. നഗരത്തിലെ ജൂതരുടെ ഒരു സൂപ്പർ മാർക്കറ്റും ആക്രമിക്കപ്പെട്ടു. ഫ്രാൻസിനെ പിടിച്ചുകുലുക്കിയ ഈ സംഭവത്തിന് ശേഷം വീണ്ടും ഭീകര ആക്രമണങ്ങൾ രാജ്യത്ത് നടന്നു. 2016 86 പേരുടെ മരണത്തിനിടയാക്കിയ ISന്റെ ട്രക്ക് ആക്രമണം ഇതിന് ഉദാഹരണമാണ്. 456 പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഫ്രാൻസിന്റെ ദേശീയ ദിനമായ ജൂലൈ 14 ആഘോഷം നടത്തുന്ന ആൾക്കൂട്ടത്തിലേക്ക് IS അനുഭാവിയായ ഒരാൾ ട്രക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ഇതിന് പിന്നാലെ സിറിയൻ ആഭ്യന്തര സംഘർഷ സമയത്ത് ഏറ്റവും കൂടുതൽ പേർ ISലേക്ക് ചേർന്ന യൂറോപ്യൻ രാജ്യവും ഫ്രാൻസ് ആയിരുന്നു. 9 ജിഹാദി ആക്രമണങ്ങളാണ് ഫ്രാൻസിൽ അടുത്തിടെ അരങ്ങേറിയത്. മതമൌലികവാദികളായി മാറിയ നിരവധി മുസ്ലിം ചെറുപ്പക്കാർ ഫ്രാൻസിലുണ്ട്. ഇതിൽ ഭൂരിഭാഗം പേരും ഫ്രഞ്ച് ഇന്റലിജൻസ് സേന നിരീക്ഷിക്കുന്ന ജിഹാദികളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടില്ല. രാജ്യത്ത് ഇസ്ലാമിക മതമൌലികവാദികളെ കണ്ടെത്തുന്നതിൽ ഫ്രഞ്ച് സർക്കാർ പരാജയപ്പെട്ടു എന്നതിന് തെളിവാണ് കൂടെയുള്ള ഇത്തരം ആക്രമണങ്ങൾ. 2021 ഏപ്രിൽ 23 36-കാരനായ ടുണീഷ്യയിൽ നിന്നും ഫ്രാൻസിലേക്ക് ചേക്കേറിയ ചെറുപ്പക്കാരൻ നടത്തിയ ജിഹാദി ആക്രമണം എളുപ്പത്തിൽ മറക്കാൻ സാധിക്കുന്നതല്ല. റംബോലൈറ്റ് എന്ന ശാന്തമായ ടൗണിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് 49-കാരിയായ അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യുന്ന സ്ത്രീയെ കുത്തിക്കൊന്നത്. 2020 ഡിസംബറിലാണ് ഈ ചെറുപ്പക്കാരന് ഫ്രഞ്ച് പൌരത്വം ലഭിച്ചത്. അന്തരീക്ഷത്തിൽ അല്ലാഹു അക്ബർ വിളി ഉയർന്നു കേട്ടതിന് ധാരാളം പേർ സാക്ഷികളായുണ്ട്. പോലീസ് ഇയാളെ വെടിവെച്ച് കൊന്നു. മരിച്ച സ്ത്രീക്ക് 2 പെൺകുട്ടികളുണ്ട്. എളുപ്പത്തിൽ മറക്കാവുന്ന ജിഹാദി ആക്രമണമല്ല ചൈനയിൽ നിന്നും ഫ്രാൻസിലേക്ക് കുടിയേറിയ 18-കാരനായ ചെറുപ്പക്കാരൻ ചെയ്തത്. 47-കാരിയായ ചരിത്രവും ഭൂമിശാസ്ത്രവും പഠിക്കുന്ന സാമുവൽ പാറ്റി എന്ന അധ്യാപികയാണ് കഴുത്തറുത്തു കൊന്നത്. പാരീസിലെ ശാന്തമായ എറാഗ്നി എന്ന പ്രാന്തപ്രദേശത്താണ് ഈ സ്കൂൾ. 13-കാരിയായ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് കാര്യങ്ങൾ പ്രശ്നമാക്കിയത്. ഈ പെൺകുട്ടിയെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇക്കാര്യം തന്റെ മാതാപിതാക്കൾ അറിയരുത് എന്ന് പെൺകുട്ടി ആഗ്രഹിച്ചു. അവൾ പറഞ്ഞ ഒരു നുണക്കഥയിലാണ് സാമുവൽ പാറ്റി ആക്രമിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.